ആറാട്ടം നന്നാകണമെന്ന് ആനയ്ക്ക് ആഗ്രഹമുണ്ടോ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. എന്താണ് ഒരു മനുഷ്യനോട് ചെന്ന് ചോദിക്കുമ്പോൾ കുനിഞ്ഞിരിക്കുക. ഞാനൊരു ഓഫീസറോട് നേരെ ചോദിക്കാൻ ചെല്ലുമ്പോൾ കുനിഞ്ഞിരിക്കുക. ഞാൻ അങ്ങോട്ടെങ്ങാനും ചോദിച്ചാലോ, ഇവിടെ ഒരു സൂപ്രണ്ട്, ഒരു ലേഡി സൂപ്രണ്ട് ഒരു പേര് ഞാൻ കണ്ടു, ജിറ്റോ എന്ത് സംതിങ് ഞാൻ ഓർക്കുന്നില്ല. ആ സൂപ്രണ്ടിന്റെ അടുത്ത് ഞാൻ കയറി ചെന്നാൽ പറയാ, ഇതൊന്നും ഇവിടെയല്ല, താഴെയാണ്. അല്ലെ, വിവരാവകാശ നിയമം, സേവനാവകാശ നിയമമൊക്കെ പത്രങ്ങളിലും പേപ്പറുകളിലും മാത്രമേ ഉള്ളൂ. സേവനാവകാശ നിയമം അറിയാമല്ലോ, വിവരാവകാശ നിയമം അറിയാമല്ലോ. ഇതൊക്കെ പത്രങ്ങളിലും പേപ്പറുകളിലും മാത്രമേ ഒതുങ്ങുന്നുള്ളൂ. ഇവിടെ സേവനാവകാശ പ്രകാരം ഡെപ്പോസിറ്റ് തിരിച്ചു വിട്ടാൽ എത്ര ദിവസമാണെന്ന് ചോദിച്ചാൽ പറയാം 5 ദിവസം എന്ന് പറയും. എനിക്ക് ഇത് 73ാമത്തെ ദിവസമാണ്. ഞാൻ ഓഫീസ് കയറി ഇറങ്ങുമ്പോൾ അവരാരും ചോദിക്കുന്നില്ല. അവര് എന്നോട് പറയാണ് ഇതിവിടെ നിന്നൊരു താഴെയാണ്. ഞാൻ പറഞ്ഞു, മാഡം എനിക്ക് എന്റെ ഈ കാശ് 70 ദിവസമായി കിട്ടാൻ കിടക്കുന്നു. തരാൻ പറയുമ്പോൾ എവിടെയാണ്, ആരുടെ ലോഗിലാണെന്ന് ചോദിക്കുമ്പോൾ പറയും താഴെയാണ്. അവിടെ ചോദിക്കുക, അവിടെ ചെല്ലുമ്പോൾ അവിടെ സ്റ്റാഫില്ല. ഇവിടെ ചോദിക്കുമ്പോൾ അങ്ങനെ നടന്നും അടുത്തതിന് ശേഷം ഞാൻ അവസാനം പ്രതികരിച്ചാണ് ഈ നല്ല ഓഫീസർ നിന്നാൽ വാഴട്ടെ എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കോട്ടയം മുനിസിപ്പാലിറ്റിയുടെ മാമാപ്പിള ഹാള് ഞാൻ ജൂലൈ 12-ാം തീയതി ഇവിടെ നിന്ന് വാടകയ്ക്കെടുത്ത് ഒരു വിവാഹം നടത്തുകയുണ്ടായി. ആ വിവാഹത്തുമായി ബന്ധപ്പെട്ട് വാടകയ്ക്ക് ശേഷം ഒരു 10,000 രൂപ ഡെപ്പോസിറ്റ് വെക്കേണ്ടതുണ്ട്, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്. ഈ ഡെപ്പോസിറ്റ് ജൂലൈ 21-ാം തീയതി ഇവിടെ അപേക്ഷ കൊടുത്തിട്ട് 70 ദിവസമായി ഈ ആഫീസ് ഞാൻ കയറി ഇറങ്ങാൻ. അവസാനം ഗത്യന്തരമില്ലാതെ ജോയിന്റ് ഡയറക്ടറെ പരാതി സമർപ്പിക്കുകയും അദ്ദേഹം ഇടപെട്ടതിന് ശേഷം 73ാമത്തെ ദിവസം എന്റെ കയ്യിൽ ആ പൈസ വരികയും ചെയ്തു. ഞാൻ ഒരു ജൂനിയർ സൂപ്രണ്ടായിട്ട് പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പെൻഷൻ പറ്റിയ ഒരാളാണ്. എനിക്ക് ഈ അവസ്ഥയാണെങ്കിൽ ശരാശരി ഒരു സാധാരണക്കാരന്റെ അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി ലഡു കൊടുക്കണം. എല്ലാവർക്കും ലഡു കൊടുക്കണം. ആർക്കാന്നറിയോ? ജീവനക്കാർക്ക്. 73 ദിവസം എന്നെ ഈ ഓഫീസ് കയറി ഇറക്കി നടത്തിയ ഇവിടുത്തെ ജീവനക്കാർക്ക് ലഡു കൊടുക്കുകയാണ്. 3 ദിവസം കൊണ്ട് കിട്ടേണ്ട ഒരു സേവനം 73 ദിവസം എന്നെ നടത്തിച്ചതിനും ഈ ഓഫീസ് കയറി ഇറങ്ങി എന്റെ ചെരുപ്പ് തേഞ്ഞതിനും ഒരു LSGD ഡിപ്പാർട്ട്മെന്റിലെ ഒരു ജൂനിയർ സൂപ്രണ്ട് ആയിരുന്നു ഞാൻ ഓർക്കണം. എന്നിട്ട് ഒരു ലേമാന് കൊടുക്കുന്ന പരിഗണന പോലും തരാതെ എന്നെ 73 ദിവസം നടത്തിച്ചിട്ട് ജോയിന്റ് ഡയറക്ടർക്ക് പരാതി കൊടുത്തതിന് ശേഷം മാത്രം എനിക്ക് അദ്ദേഹം ഇടപെട്ടതുകൊണ്ട് പിറ്റേന്ന് കിട്ടി, 74ാമത്തെ ദിവസം കിട്ടി. അതിന്റെ സന്തോഷ സൂചകമായിട്ട് ഇവിടുത്തെ ജീവനക്കാരുടെ കാര്യക്ഷമത പരിഗണിച്ച് അവർക്ക് ഞാൻ ലഡു വിതരണം ചെയ്യുകയാണ്. എക്സ്ക്യൂസ് മീ സാർ, ഞാനൊന്ന് കയറിക്കോട്ടെ. ഒരു ലഡു വിതരണം ഉണ്ടേ. ലഡു പഞ്ചസാര എന്തെങ്കിലും കഴിക്കാം, കുഴപ്പമില്ല. ഒരു ലഡു വിതരണം. സന്തോഷം കൊണ്ടാ, സന്തോഷത്തിൽ പങ്കെടുക്കുന്നില്ല ആരും. ഒരു ലഡു കഴിക്കുന്നില്ല, എന്നാ കുഴപ്പം? നമ്മുടെ ഓഫീസിൽ നിന്ന് നല്ലൊരു സേവനം ലഭിച്ചതിന്റെ പാരിതോഷികമായിട്ട് ഞാൻ കൈക്കൂലിയല്ല, ഒരു സ്നേഹ സന്തോഷം എന്റെ വക. എല്ലാവർക്കും കഴിക്കാം. ഇത് കൈക്കൂലിയല്ല, എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയ സേവനത്തിന് ഞാൻ തരുന്ന പാരിതോഷികം. ഒരു ചെറിയ മധുര സമ്മാനം. ജോയിന്റ് ഡയറക്ടർ ഇടപെട്ട് കഴിഞ്ഞപ്പോ ശരിയായി. അതുവരെ എവിടെയായിരുന്നു? അവരുടെ അടുത്താണ്, ഇവരുടെ അടുത്താണ്, അപ്പുറത്തടുത്താണ്, ഇപ്പുറത്തടുത്താണ്. എന്നെ നടത്തിച്ച് 8 മാസമല്ലേ നടന്നില്ല, ഞാൻ 73 ദിവസം നടന്നു.